നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി അമ്മയുടെ അതിശക്തിയേറിയ ഒരു തിരുനാമമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ചിന്തിക്കാൻ പറ്റാത്ത രീതിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും ദിവസേന ഈ തിരുനാമം ചൊല്ലിയാൽ. ഫലം സുനിശ്ചിതം. വളരെ ലളിതവും അതിശക്തിയുമാർന്ന ദേവിയുടെ ഒരു നാമമാണിത്. നാമജപം എന്നാൽ ഈശ്വരൻ്റെ തിരുനാമം റിപ്പീറ്റായിട്ട് ചൊല്ലുക എന്നാണ് അർത്ഥം. ഇത് ചൊല്ലുന്നതിനായി യാതൊരു നിയന്ത്രണമോ പരിധിയോ ഇല്ല. അമ്മയുടെ ഈ തിരുനാമം ജപിക്കുന്നവർ കുളിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അറിയാതെ പോലും നോൺ വെജ് കഴിച്ചാലും ഈ നാമം ജപിക്കാവുന്നതാണ്. എപ്പോഴാണ് കഷ്ടം വരുന്നത് അപ്പോഴൊക്കെ ഈ നാമം ജപിക്കാവുന്നതാണ്. ഇത് ലളിതമായ ഒരു നാമമാണെങ്കിലും അതിശക്തിയേർന്നതാണ്. സിംഹവേഗത്തിൽ കാര്യങ്ങൾ സാധിക്കുമെന്നാണ്. നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവിയാണല്ലോ വരാഹി ദേവി. അമ്മയെ പ്രസാദിപ്പിക്കുവാനുള്ള അതിശക്തിയേറിയ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാമമാണിത്. ഏത് മന്ത്രമായാലും നാമമായാലും നിത്യേന ചൊല്ലിയാൽ അതിൻ്റെ ഫലം 10 മടങ്ങ് നമ്മൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ വരാഹി അമ്മയുടെ നാമങ്ങൾ, വഴിപാടുകൾ എന്നിവ അമാവാസി, പൗർണമി, അമ്മയുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായ പഞ്ചമി എന്നീ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലിയാൽ ആ നാമജപങ്ങൾക്കും വഴിപാടുകൾക്കും ഫലങ്ങൾ കോടിയാണ്. മാത്രമല്ല ചൊവ്വ, വെള്ളി, ശനി ദിവസം വരാഹി അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലെല്ലാം വഴിപാടുകളും പ്രാർത്ഥനയും നടത്തിയാൽ ഫലം ഇരട്ടിക്ക് ലഭിക്കുന്നതാണ്. അമ്മയുടെ ഈ തിരുനാമം അമ്മയെ പ്രാർത്ഥിച്ച് ചൊല്ലി നോക്കൂ, തീർച്ചയായും ഫലം ലഭിച്ചിരിക്കും. വരാഹി അമ്മയ്ക്ക് ചെയ്യുന്ന പൂജകളും വഴിപാടുകളും രാത്രി ചെയ്യുന്നതാണ് ഉത്തമം. കാരണം ഇരുട്ടുംതോറും സന്ധ്യയ്ക്ക് ശേഷമാണ് ദേവിക്ക് ശക്തി കൂടുന്നത്. നാമജപങ്ങൾക്ക് പൂർണ്ണഫലം ലഭിക്കുന്നതാണ്. അമ്മയുടെ ഈ തിരുനാമജപം എപ്പോൾ ചെയ്യണമെന്നാൽ രാത്രി 7 മണിക്കുമേൽ 12 മണിക്കുള്ളിൽ ചെയ്യാം. അത് പറ്റാത്തവർക്ക് അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ 3:30 മുതൽ 5:30 വരെയുള്ള സമയത്തും ചൊല്ലാവുന്നതാണ്. ഇതൊരു തിരുനാമമായതിനാൽ ഒരു നിയന്ത്രണവുമില്ല, ഒരു തടസ്സവുമില്ല. പൂർണ്ണ ഭക്തിയോടെ അമ്മയുടെ തിരുനാമം ചൊല്ലൂ. എവിടെ ഇരുന്ന് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ഈ തിരുനാമം ചൊല്ലുമ്പോൾ ഏതു പ്രതിസന്ധിയിൽ ഇരുന്നാലും അമ്മയോട് ഒരു ഡിമാൻഡും ചൊല്ലരുത്. നമ്മുടെ പ്രശ്നം മനസ്സിലാക്കി അമ്മ അതിനുള്ള പോംവഴി നമ്മൾക്ക് തരുന്നതാണ്. പൂർണ്ണ ഭക്തിയോടെ ചൊല്ലുക, അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് ചൊല്ലുക. കാരണം വരാഹി ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാമമായതിനാൽ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മ ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാം തരുന്നതാണ്. യാതൊരു ആവശ്യവും പറയാതെ ചൊല്ലുക. നമ്മുടെ ആവശ്യം മനസ്സിലാക്കി അമ്മ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്. ഈ നാമജപം നടത്തുമ്പോൾ വെറും തറയിലിരിക്കാതെ ഒരു പായയിലോ അല്ല ഒരു ഷീറ്റോ വിരിച്ച് ഇരുന്ന് ജപിക്കാവുന്നതാണ്. അതല്ല പ്രായമേറിയവരോ അല്ല തറയിലിരുന്നാൽ ബുദ്ധിമുട്ടുള്ളവരോ ആണെങ്കിൽ ഒരു ചെയറിൽ ഇരുന്നാൽ മതി. പിന്നെ ക്ഷേത്രത്തിലിരുന്നാണ് ജപിക്കുന്നതെങ്കിൽ പായയോ വിരിപ്പോ ഒന്നും വിരിക്കേണ്ട ആവശ്യമില്ല. ഈ മന്ത്രജപം നടത്തുന്നതിനായിട്ട് അമ്മയുടെ ഫോട്ടോയോ വിളക്ക് തിരിയിടണമെന്നോ യാതൊരു ആവശ്യവുമില്ല. അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അനുഭവിച്ചറിയുന്നതാണ്. ഈ മന്ത്രജപ കൗണ്ടിങ് എന്നത് കുറഞ്ഞത് 108 തവണയാണ്. എന്നാൽ 1008 തവണ ദിവസവും ജപിച്ചാൽ ഫലം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കുറഞ്ഞത് ഒരു 30 മിനിറ്റ് എങ്കിലും ചൊല്ലണം. ശ്രദ്ധിച്ച് ചൊല്ലണം. ഉറക്കെ ചൊല്ലാൻ പറ്റാത്തവർ മനസ്സിലും ചൊല്ലാവുന്നതാണ്. ലളിതവും ഊർജ്ജസ്വലവുമായ ഈ നാമം ചൊല്ലുന്നതിലൂടെ സിംഹവാഹനത്തിൽ മിന്നൽ വേഗത്തിൽ വന്ന് വരാഹി അമ്മ കാത്തു രക്ഷിക്കുമെന്നാണ് വരാഹി അമ്മയുടെ പ്രിയപ്പെട്ട അതിശക്തിയുള്ള
ഈ തിരുനാമം ഇതാണ്: വജ്രകോശം 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 വജ്രകോശം
വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം വജ്രകോശം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.